Assalamualaikum and welcome to my channel. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പിയുടെ പേര് ബ്രെഡ് മലായി റോൾസ് എന്നാണ്. ഇത് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഈസിയുമായിട്ടുള്ളൊരു ഡിസേർട്ട് റെസിപ്പിയാണ്. വളരെ ചുരുക്കം ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതുപോലെ ഒരു സിമിലർ റെസിപ്പി ഇതിന് മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മലായി കേക്ക്. അതിന് നല്ല റെസ്പോൺസ് ആയിരുന്നു കിട്ടിയത്. നിങ്ങൾ ഇതുവരെ ആ വീഡിയോ കണ്ടില്ല എങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, എല്ലാവരും പോയി ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിന് ആദ്യം തന്നെ ഇതിൻ്റെ ഫില്ലിംഗ് ആണ് തയ്യാറാക്കിയെടുക്കേണ്ടത്. അതിനായി ഞാനിവിടെ ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ ഗീ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറിയൊരു ലൈറ്റ് സ്വീറ്റ്നെസ്സിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ നന്നായി കമ്പൈൻ ചെയ്തെടുക്കാം. ഇത് നല്ല തിക്കായി വരുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് പെട്ടെന്ന് തന്നെ തിക്കായി വരും, പാൽപ്പൊടി ആഡ് ചെയ്യുന്നത് കൊണ്ട് അധികം സമയമൊന്നും എടുക്കില്ല. ഇത് നല്ല തിക്കായി നല്ലൊരു മാവ് കൺസിസ്റ്റൻസിയിലാവുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റി ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള മലായി പ്രിപ്പയർ ചെയ്തെടുക്കണം. അതിനായി ഞാനിവിടെ ഒരു കടായിലേക്ക് 2.5 കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് 1/4 കപ്പ് പാൽപ്പൊടിയാണ്. 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് കുങ്കുമം അഥവാ സാഫ്രൻ, ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് നന്നായി ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. 10 to 12 മിനിറ്റ്സ് നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ബോയിൽ ചെയ്ത് ഇതൊന്ന് 2.5 കപ്പ് പാലുള്ളത് 2 കപ്പായി കുറുകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 12 മിനിറ്റിനകത്ത് തന്നെ ഇത് റെഡിയാവും. ഇനി നമ്മൾ ഇതിലേക്ക് തിളച്ച് കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് നന്നായി ഒന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കണം. നമ്മൾ പാൽപ്പൊടി ആഡ് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ അത് സ്കിപ്പ് ചെയ്താൽ ഇതിലും ഒരുപാട് ടൈം എടുക്കും മലായി ആവാൻ. അപ്പം നമ്മൾ മലായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ബ്രെഡ് സ്ലൈസസ് ആണ്. അത് ഞാനിവിടെ കാണിക്കുന്നത് പോലെ തന്നെ എഡ്ജസ് എല്ലാം ട്രിം ചെയ്തെടുക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഞാൻ വീണ്ടും പറയാണ്, ബ്രെഡിൻ്റെ എഡ്ജസ് ട്രിം ചെയ്ത് കഴിഞ്ഞാൽ അത് വേസ്റ്റിലിടേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ഫ്രീസ് ചെയ്യാം, എന്നിട്ട് പിന്നീട് ആവശ്യമുള്ളപ്പോൾ ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് ചെയ്യാം. ഇനി നമ്മൾ എഡ്ജസ് ട്രിം ചെയ്ത ബ്രെഡ് ഇതുപോലെ ഫ്ലാറ്റൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് ബ്രെഡ് ആവശ്യമുള്ളത്. ഇത് ഞാൻ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ഫില്ലിംഗ് ആയിരുന്നു. ഇതിനി നമ്മൾ കൈ കൊണ്ട് റോൾ ചെയ്ത് നീളത്തിൽ റോൾ ചെയ്തെടുക്കണം. അതിനായി ആദ്യം തന്നെ കൈ നെയ്യ് കൊണ്ടോ ബട്ടർ കൊണ്ടോ ഗ്രീസ് ചെയ്യണം. ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. അധികം നേരിയതും എന്നാൽ അധികം വണ്ണവും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമ്മളിത് ബ്രെഡിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ ബ്രെഡ് സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ബ്രെഡൊന്ന് നനച്ചാൽ പെട്ടെന്ന് തന്നെ ഇത് സീലായി കിട്ടും. ഇതുപോലെ നമുക്ക് എല്ലാ ബ്രെഡ് സ്ലൈസസും റോൾ ചെയ്തെടുക്കണം. നമ്മൾ ഫ്രഷ് ബ്രെഡ് കൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം. കാരണം ബ്രെഡ് ഫ്രഷ് ആണെങ്കിൽ മാത്രമേ ഇത് പെട്ടെന്ന് റോൾ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ.
ഇനി നമുക്കിതിൻ്റെ മേലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന മലായി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബ്രെഡ് റോൾസ് എല്ലാം നന്നായി ഈ മലായിൽ മുങ്ങുന്നത് വരെ നമ്മൾ മലായി ഒഴിച്ചുകൊണ്ടിരിക്കണം. നന്നായി സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ക്രഷ് ചെയ്തിരിക്കുന്ന പിസ്തയും ആമണ്ട്സുമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ് പെറ്റൽസ് വെച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരം നട്ട്സ് വെച്ചോ എല്ലാം ഗാർണിഷ് ചെയ്യാം. എൻ്റെ കയ്യിലുള്ളത് വെച്ച് ഞാനിവിടെ ഗാർണിഷ് ചെയ്യുന്നത്. ഇനി ഇത് നമ്മൾ 6 to 8 hours മിനിമം റെഫ്രിജറേറ്റ് ചെയ്യണം. നല്ല തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മളിത് സെർവ് ചെയ്ത് കഴിക്കുന്നത്. അങ്ങനെ ഞാൻ 8 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇത് നല്ല തണുത്ത് വന്നിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ മലായെല്ലാം ബ്രെഡ് നന്നായി അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലൊരു റിച്ച് ഹെവി ഡിസേർട്ടാണ്, എന്നാൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാനും പറ്റുന്നതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.